നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോനെ, എന്റെ കുഞ്ഞ്. വിഷമിക്കണ്ട, ഞാൻ വാക്കുന്നല്ലേ. ഒരൽപ്പം വൈകിയാലും ഞാനത് പാലിച്ചിരിക്കും. ഒരു കുഴപ്പമില്ലാതെ മുത്തശ്ശിക്ക് ഞാൻ അവനെ തിരിച്ചു തരും. വിശ്വാസമാ എനിക്ക് എന്റെ ദത്തനെ. പോരെ, മതി. മുത്തശ്ശിയുടെ ഈ വാക്ക് മതി. സർവീസ് ഇരിക്കുന്നതിലും ശക്തി എനിക്കിപ്പോ ഉണ്ട്. ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. വല്ലതും കഴിച്ചിട്ട് പോ സാറേ, ഞാൻ വേഗം ഉണ്ടാക്കാം. വേണ്ട ചേച്ചി, പോയിട്ടെ മുത്തശ്ശി. ശരി മോനെ. മാമി, എന്റെ അന്വേഷണങ്ങൾ ഫലം കണ്ടു തുടങ്ങിയതിന്റെ ലക്ഷണോ ഈ കണ്ടതൊക്കെ. ഇപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലായി. ഏതായാലും അവന്മാരെ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ. ഇപ്പൊ നമ്മളങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലുന്ന ബുദ്ധിയല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ആദ്യം പൂജയും കുറിച്ചുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയോ ഈ പറഞ്ഞ മുതലാളിമാർക്കറിയാം. ഇനിയുള്ള നമ്മുടെ അന്വേഷണങ്ങൾ ഇവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം. അതിന് നമ്മളെങ്ങനെ ഇവിടെ നിന്നാൽ എങ്ങനെയാ? അതെ, നമ്മൾ പോയി നേരിട്ട് മുട്ടണ്ടേ? മുട്ടണം. മുട്ടുക മാത്രമല്ല, വേണ്ടി വന്ന തട്ടുകയും വേണം. വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പറയേശ്വര, ഒരു ചെറിയ പ്രശ്നമുണ്ട് മുതലാളി. എന്നോട് ശരി, താമസിച്ചോ. ഞാനാ മഹാദേവൻ നമ്പടി. ഇന്ന് രാത്രി ചെറിയൊരു വർക്കുണ്ട്. സ്ഥലവും സമയമൊക്കെ ഞാൻ പിന്നാലെ അറിയിക്കാം. നമ്മുടെ ഏലപ്പാറ തോട്ടത്തിൽ നിന്ന് കൊള്ളാവുന്നൊരു 3-4 വരെ പൊക്കിക്കും. എല്ലാവർക്കും ഒരു എക്സർസൈസ് ആവട്ടെ. ഇത് പാകെ കുഴപ്പമാവല്ലോ ഓനച്ച. നമ്പിടിനി എങ്ങാനും കാല് മാറുവോ? ഓറഞ്ച് തോട്ടം കൈവിട്ടു പോയാ പിന്നെ ഒരിക്കലും പിന്നെ ആ സ്വപ്നം നടക്കില്ല. എനിക്കും പേടിയുണ്ട് മുതലാളി. പെണ്ണിന് ഇങ്ങനെ ഒരു ചുഴുക്കുറ്റം ഉണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് പഴയ താല്പര്യം നമ്പടി മുതലാളി കാണിക്കൂ. എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. ആരറിഞ്ഞു അവൾ ഇങ്ങനെ ഒരു പറ്റി പറ്റിച്ചിട്ടുണ്ടെന്ന്? പറ്റിച്ച അവളല്ലോ, അവനല്ലേ ആ തെണ്ടി ആദിത്യൻ. കിട്ടിയ അവസരം മുതലാക്കി അവനൊന്ന് ഉപ്പ് നോക്കി. സാരമില്ല, എന്റെ സമയദോഷം അല്ലാതെന്തുവാ. നിങ്ങളെല്ലാത്തിനും എങ്ങനെ പകച്ചു നോക്കുന്നേ? സത്യം പറ, ഇനി ഈ ഗർഭത്തിന്റെ ഉത്തരവാദി ചാനൊന്നും അല്ലല്ലോ അല്ലേ? ചുമ്മാ കർത്താവിന് നിരക്കാത്ത വർത്തമാനം പറയില്ലേ നമ്പി. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, പ്രതി അവൻ തന്നെ. എന്നാലും എന്റെ കൊച്ചുകഴിവേറി നീ ആള് കൊള്ളാവല്ലോടാ. കഴിഞ്ഞത് കഴിഞ്ഞ് നീയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ക്ഷമിക്കേണ്ടവൻ ഞാനല്ലയോ? ഞാനങ്ങ് ക്ഷമിച്ച്. അച്ഛാ നീ വന്നേ. എന്നതാ? വാ പറയാം, വാ. നമ്മുടെ എന്നതാണോ പറയും? അച്ഛൻ പേടിച്ചു പോയോ?
ഇതിന്റെ പേരില് നമ്മൾ പറഞ്ഞ കരാറിൽ നിന്ന് ഒരു ഇഞ്ച് ഞാൻ പിന്നോട്ട് മാറിയല്ല. നമ്മുടെ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. അവൾ ഇപ്പോഴും എന്റെ മനസ്സിലൊരു മാലാക തന്നെ. വർണ്ണച്ചിറകുള്ള മാലാക. ആ പിന്നെ ഒരു തെറ്റൊക്കെ ഏത് പോലീസുകാരനും പറ്റുവച്ചായ കേട്ടിട്ടില്ലായോ? തെറ്റ് ചെയ്യാത്തവരായി ആരാ ഗോപമോനെ ഈ ഭൂമിയിലുള്ളതെന്ന്? അവളുടെ തെറ്റ് ഈ നമ്പടിയങ്ങൾ അങ്ങ് ക്ഷമിച്ചു. പക്ഷേ ഞാൻ ക്ഷമിച്ചത് അവളോട് മാത്രമാണ്. അവളെ ഈ അവസ്ഥയിലാക്കിയ കുട്ടി ചെകുത്താനോടും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയോടും ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഈ നിമിഷമെങ്കിൽ ഈ നിമിഷം ആ ഗർഭം കലക്കണം. എന്നാൽ അടുത്ത നിമിഷം അവൾ എനിക്ക് തോട്ടം അച്ചായൻ. അതിനു മുമ്പ് അവളെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള വഴി ആലോചിക്കണം. മനസ്സിലായില്ലേ? മനസ്സിലാക്കാൻ ഒന്നുമില്ല. എടോ, അവളുടെ മനസ്സിൽ അവന്റെ സ്ഥാനം വളരെ വലുതാണ്. പ്രത്യേകിച്ചും താൻ പറഞ്ഞതുപോലെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അവനാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും അവൻ അവിടെ നിന്ന് ഇളക്കി മാറ്റാൻ ആർക്കും പറ്റത്തില്ലടോ. അപ്പൊ പിന്നെ നമ്മൾ എന്നാ ചെയ്യും? അതാ പറഞ്ഞത്, ഇനിയുള്ള ഓരോ ചലനങ്ങളും അതിബുദ്ധിയോടെ വേണം. അവരുടെ കണക്ക് കൂട്ടുകൾക്ക് അപ്പുറത്താവണം നമ്മൾ. അത് പറഞ്ഞപ്പോഴാ ഇന്ന് രാത്രി ചെറിയൊരു അംഗമുണ്ട്. അങ്ങോ? അതെ, അതിര് ഭേദിച്ചു വന്ന ശത്രുക്കൾക്ക് എന്റെ വക ഒരു ചെറിയ സൽക്കാരം. എന്താ ഗോമതി? ഞാൻ അമ്മയോടൊരു തെറ്റ് ചെയ്തു. തെറ്റോ? എന്ത് തെറ്റ്? ഒരു കാര്യം ഞാൻ മറച്ചു വെച്ചു. എന്താടേ? അത് പിന്നെ മുത്തശ്ശിയെ കാണാൻ ആദിക്കുട്ടൻ ഇവിടെ വന്നിരുന്നു.